ജില്ലാ ആസ്ഥാന ടൂറിസം രംഗത്തിന് മുതൽക്കൂട്ടായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ 1 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം അടച്ചുപൂട്ടി. ചെറുതോണി പാറേമാവിൽ സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്തിപ്പിന് വാടകയ്ക്ക് നൽകിയ കെട്ടിടമാണ് യാതൊരു കാരണവും ഇല്ലാതെ അടച്ചുപൂട്ടിയത്. വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഭക്ഷണശാലയായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. സർക്കാരിന് വരുമാനവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ കെട്ടിടം അടച്ചുപൂട്ടിയതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. 20 വർഷം മുൻപ് 1 കോടിയിലധികം രൂപ മുടക്കി DTPC നിർമ്മിച്ച കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്താതെ തന്നെ 10 വർഷക്കാലം അടഞ്ഞും കിടന്നു. എന്നാൽ മുൻ ജില്ലാ കളക്ടർ H. ദിനേശിന്റെയും മുൻ DTPC സെക്രട്ടറി JNB വിജയന്റെയും ഇടപെടൽ മൂലം സ്വകാര്യ വ്യക്തിക്ക് 5 വർഷത്തേക്ക് 5 ലക്ഷം രൂപ വാടകയ്ക്ക് ഹോട്ടൽ വ്യവസായത്തിന് കെട്ടിടം വിട്ടു നൽകിയിരുന്നു. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഹോട്ടൽ 5 വർഷം കാലാവധി പൂർത്തിയായ മുറയ്ക്ക് പൂട്ടിക്കെട്ടി. ജില്ലാ ആസ്ഥാന മേഖലയിലെ ചെറുതോണി ഉൾപ്പെടെയുള്ള ടൗണുകളിൽ പാർക്കിംഗ് സൗകര്യം കുറവാണ്. എന്നാൽ DTPC അടച്ചുപൂട്ടിയ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ 100-ൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടായ കെട്ടിടം അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധം ശക്തമാണ്. ടൂറിസം വികസനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷന്റെ നേതൃത്വത്തിൽ പാറേമാവിൽ ഹോട്ടൽ സമുച്ചയം പണിയുകയും 10 വർഷക്കാലത്തോളം അത് അടഞ്ഞുകിടക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 4 വർഷം മുമ്പ് അത് തുറന്ന് പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്തതാണ്. കഴിഞ്ഞ 6 മാസമായി ആ ഹോട്ടൽ അടച്ചിട്ട ശേഷം അത് തുറന്ന് പ്രവർത്തിക്കുന്നതിനോ അതിൻ്റെ മെയിൻ്റനൻസ് നടപടികളോ ഒന്നും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൻ്റെ പരമായി ആ ഹോട്ടൽ അടഞ്ഞു കിടക്കുന്നത് ഇടുക്കിയിലെത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. അടച്ചുപൂട്ടിയതോടുകൂടി കെട്ടിടം നാശനഷ്ടങ്ങൾക്കും കാരണമാകും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.